ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാരത്തോൺ MCQ പാർട്ട് 2 ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ അപ്പോ ആദ്യത്തെ ചോദ്യം, നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസിലെ പാർട്ട് 1 കേട്ടോ, ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഇനി ബാക്കി 11 to 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, 11ാമത്തെ ചോദ്യം, ദ LVDT ഹാസ് ഓപ്ഷൻ എ മൂവബിൾ പ്രൈമറി വൈൻഡിങ്, ഓപ്ഷൻ ബി മൂവബിൾ സെക്കൻഡറി വൈൻഡിങ്, ഓപ്ഷൻ സി ഫിക്സഡ് കോർ, ഓപ്ഷൻ ഡി മൂവബിൾ കോർ. എന്താണ് LVDT എന്ന് പറഞ്ഞാൽ? LVDT ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണല്ലേ LVDT. അത് എന്താണ് കൺവേർട്ട് ചെയ്യാം? അതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണ് അല്ലെ, ദാറ്റ് കൺവേർട്സ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഇൻടു പ്രൊപ്പോർഷണൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്നു അല്ലെ. ഓക്കെ അല്ലെ. അപ്പോ ഇതില് എന്താണുള്ളത്? വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് അല്ലെ, മൂവബിൾ കോർ ആണുള്ളത്. എന്താണ് മൂവബിൾ കോർ എന്ന് പറഞ്ഞാൽ? ഒരു സോഫ്റ്റ് അയൺ കോർ ആണ്, ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഒബ്ജക്ട് ഹൂസ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് നീഡ്സ് ടു ബി മെഷേർഡ്. അപ്പോൾ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ മൂവബിൾ കോർ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് പൊസിഷൻ വിത്തിൻ ദ കോയിൽ അസംബ്ലി ഡിറ്റർമൈൻസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതിന്റെ പൊസിഷൻ എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നു? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. സോ LVDT ഹാസ് എ മൂവബിൾ കോർ. ഓക്കെ അല്ലെ. അടുത്ത ചോദ്യം, ദ സെൻസിറ്റിവിറ്റി ഓഫ് എൻ LVDT എന്ന് പറയുന്നത് 10 വോൾട്ട് പെർ മൈക്രോമീറ്റർ ആണ്. വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 0.5 മൈക്രോമീറ്റർ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ 5 വോൾട്ട്, ഓപ്ഷൻ ബി 20 വോൾട്ട്, ഓപ്ഷൻ സി 2.5 വോൾട്ട്, ഓപ്ഷൻ ഡി 0.5 വോൾട്ട്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, 5 വോൾട്ട് ആണ്. എന്താണ് കാരണം? അതായത് ദ സെൻസിറ്റിവിറ്റി ഓഫ് എൻ LVDT എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ദ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത് സെൻസിറ്റിവിറ്റി ഓഫ് എൻ LVDT എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദ RMS വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ സെൻസിറ്റിവിറ്റി ബൈ ദ ഡിസ്പ്ലേസ്മെന്റ്. സോ ഹിയർ നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക? 0.5 into 10 വോൾട്ട് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും മക്കളെ? സെൻസിറ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി എത്ര തന്നിരിക്കുന്നത്? 10 വോൾട്ടും തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നിട്ടുണ്ട്? 0.5 മൈക്രോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, 5 വോൾട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബാറ്ററി ഇലക്ട്രോലൈറ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹൈഗ്രോമീറ്റർ ആണോ, ഹൈഡ്രോമീറ്റർ ആണോ, ബാരോമീറ്റർ ആണോ, അനിമോമീറ്റർ ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? To measure the specific gravity of battery electrolyte. എന്തിനു വേണ്ടിയിട്ടാണ്? To measure the specific gravity of battery electrolyte. By measuring the density of the electrolyte, hydrometer indicates the battery charge status and health, as the specific gravity correlates with the concentration of sulfuric acid. Okay. Appo, which instrument is used to measure specific gravity of battery electrolyte? The right answer is option B, hydrometer. Alle, hydrometer is the right answer. Hydrometer is used to measure the specific gravity of a battery electrolyte. Right? അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം, the maximum continuous discharge current of a 20 Ah LFP battery with a C rating of 2C. Continuous discharge current ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണ്? ഓപ്ഷൻ എ 20 ആംപിയർ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി 2 ആംപിയർ തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി 40 ആംപിയർ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി 60 ആംപിയർ തന്നിട്ടുണ്ട്. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 40 ആണ്. എന്താണ്? ദ കണ്ടിന്യൂസ് ഡിസ്ചാർജ് കറന്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ബാറ്ററി കപ്പാസിറ്റി ഇൻ ആംപിയർ ഓർ അവേഴ്സ് ബൈ ഇറ്റ്സ് സി റേറ്റിംഗ്. സി റേറ്റിംഗ് തന്നിട്ടുണ്ട്, ബാറ്ററി കപ്പാസിറ്റിയും തന്നിട്ടുണ്ട്. അത് കണ്ടു നമുക്ക് കണ്ടിന്യൂസ് ഡിസ്ചാർജ് കറന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ സി റേറ്റിംഗ് ഇൻറ്റു കപ്പാസിറ്റി. സി റേറ്റിംഗ് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 20 അല്ലെ, അല്ല സി റേറ്റിംഗ് ഈസ് 2 അല്ലെ, 2 into 20 നമുക്ക് എത്ര കിട്ടും മക്കളെ? 40 എന്ന് കിട്ടും. ആൻസർ, റൈറ്റ് ആൻസർ ഈസ് 40 അല്ലെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം എന്താണ്? 2.5 സെൽ, 2.5 വോൾട്ട് സെൽ അല്ലെ, ഈച്ച് ഹാവിംഗ് ഇന്റൽ റെസിസ്റ്റൻസ് 5 ഓം തന്നിട്ടുണ്ട്.
കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു 20 ohm റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ടു ദിസ് ബാറ്ററി. ദ കറന്റ് ത്രൂ ദ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഓപ്ഷൻ എ 0.75 ആംപിയർ, ഓപ്ഷൻ ബി 0.5 ആംപിയർ, ഓപ്ഷൻ സി 1 ആംപിയർ, ഓപ്ഷൻ ഡി 0.25 ആംപിയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് മക്കളെ ഇത് കണ്ടുപിടിക്കുക? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ കറന്റ് ത്രൂ ദ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അല്ലെ, കറന്റ് ത്രൂ ദ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ദ 4 cells are connected in series. So the voltage and internal resistance നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? V total നമുക്ക് എങ്ങനെയാ പറ്റും? എന്താണ് ആൻസർ ആദ്യം? ആൻസർ ചെയ്ത് ആദ്യം എന്ന് അറിയാം, അതിനുശേഷം നമുക്ക് ആൻഡ് റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി 0.25 ആംപിയർ ആണ്. ഇവിടെ വോൾട്ടേജ് V by R that is 10/14 ചെയ്തിട്ടുണ്ട്. ഈ 10 എങ്ങനെയാണ് കിട്ടിയത്? 40 എങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ വോൾട്ടേജ് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബാറ്ററി. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 സെല്ലാണ് അല്ലെ, 4 cells are connected in series. സോ അതിന്റെ വോൾട്ടേജ് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് ആഡ് ചെയ്യാലോ. സോ വി ടോട്ടൽ എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? വി ടോട്ടൽ നമുക്ക് ആഡ് ചെയ്യാലോ. വി ടോട്ടൽ ഈസ് ഈക്വൽ ടു add up എന്ന് പറയുമ്പോൾ എന്താണ്? സം ഓഫ് ഇൻഡിവിജ്വൽ സെൽ വോൾട്ടേജ് ആണ്. V is equal to IR. I എത്ര തന്നിരിക്കുന്നത്? V is equal to 4 into 2.5. 4 into 4 cells ആ തന്നിരിക്കുന്നത് 2.5. അപ്പൊ നമുക്ക് എത്ര കിട്ടി? V ടോട്ടൽ കിട്ടില്ലേ? 4 2.5 തന്നിട്ടുണ്ടല്ലോ. 4 2.5 തന്നിട്ടുണ്ടല്ലോ. സോ V ടോട്ടൽ വോൾട്ടേജ് ഇസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ സെൽ വോൾട്ടേജ്. അപ്പൊ 4 എണ്ണത്തില് 2.5 ആണ്. സോ 4 into 2.5 അല്ലെങ്കിൽ 2.5 plus 2.5 plus 2.5 plus 2.5 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സം ഓഫ് ദ വോൾട്ടേജ് എന്ന് പറഞ്ഞു മാത്രം. ഇപ്പൊ 4 2.5 വോൾട്ടേജ് ആണ്. 4 into 2.5 ചെയ്തു. അതാണ് നമുക്ക് 10 വോൾട്ട് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അതാണ് നമുക്ക് 10 വോൾട്ട് ആയിട്ട് ഇതാ ഇവിടെ കിട്ടുന്നത്. അപ്പൊ VT നമുക്ക് കിട്ടി. ഇനി നമുക്ക് RT കണ്ടുപിടിക്കണം. RT ദ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അതായത് RT എന്ന് പറയുന്നത് എങ്ങനെയാണ്? സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അതും ഇതേപോലെ തന്നെ 4 into ഒരെണ്ണത്തിന് 5 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4 എണ്ണത്തിന് എത്രയായിരിക്കും? 4 into 5 is equal to 20. 20 നമുക്ക് കിട്ടി അല്ലെ? 20 നമുക്ക് കിട്ടി. സോ we need to calculate the total resistance of the circuit. ഇത് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് സ്മോൾ RT ആണ് നമുക്ക് കണ്ടുപിടിച്ചത്. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അതായത് RT ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? കറന്റ് ത്രൂ ദ റെസിസ്റ്റൻസ് അല്ലെ? അപ്പൊ എന്താണ് പറഞ്ഞത്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. R ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം നമുക്ക്? R ടോട്ടൽ പ്ലസ് R. ഇവിടെ ഒരു R തന്നിട്ടുണ്ടല്ലോ, ഇതാ ഒരു R ടോട്ടൽ. രണ്ടും കൂടി ചെയ്യുമ്പോഴാ മക്കളെ നമുക്ക് ഈ 40 കിട്ടുന്നത്. ദെൻ അവസാനം IT ഈസ് ഈക്വൽ ടു VT ഡിവൈഡഡ് ബൈ RT, ദാറ്റ് ഈസ് 10 വോൾട്ട് ബൈ 40 വിച്ച് ഈസ് ഈക്വൽ ടു 0.25 എന്ന് ആൻസർ കിട്ടും. വളരെ കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറന്റ് ത്രൂ ദ റെസിസ്റ്റൻസ് ആണ്. ഓംസ് ലോ അനുസരിച്ചിട്ട് I is equal to V by R ആണ്. ഇവിടെ 4 സെല്ലുകൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 4 2.5 സെൽ ഈച്ച് ഹാവിംഗ് ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് 5 ohm are connected in series ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ടോട്ടൽ വോൾട്ടേജ് ഇന്റർണൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വോൾട്ടേജ് VT is equal to 4 into 2.5 10 വോൾട്ട് എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇന്റർണൽ റെസിസ്റ്റൻസ് RT is equal to 4 സെല്ലുകളാണെങ്കിൽ ആ 4 എത്ര റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞ 5 ohm. 4 into 5 നമുക്ക് 20 എന്ന് കിട്ടി. ഇനി അടുത്തത് ഒരു ടോട്ടൽ റെസിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്ത് കൊടുത്തിട്ടുള്ളത്? ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ദ സം ഓഫ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബാറ്ററി ആൻഡ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. സോ 20 ohm is the resistance is connected. This is the external resistance അല്ലെ? അപ്പൊ RT നമുക്ക് എത്ര കിട്ടും മക്കളെ? ഈ 20 plus 20 എത്ര കിട്ടും നമുക്ക്? 40 എന്ന് ആൻസർ കിട്ടും. സോ 10/40 ജസ്റ്റ് ഓംസ് ലോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് 0.25 ആംപിയർ എന്ന ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഭയങ്കര കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ, ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചൊന്ന് ചിന്തിക്കരുത് മാത്രം. ഈ 4 ഇങ്ങനെ കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അത് ക്ലിക്ക് ആവണമെന്നില്ല. 4 2.5 സെൽ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി വായിച്ചു നോക്കിയാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ISI. ISIക്ക് പുതിയൊരു പേര് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ?
അറിയുന്നവർ കമന്റ് ചെയ്യൂ. The maximum load that can be connected in one sub-circuit is 800 watt, 1000 watt, 1600 watt, 500 watt. The right answer is 800 watt ആണ്. As per the recommendation of Indian Standard Institution ആണ് ഈ ISI എന്ന് പറയുന്നത്. അതിപ്പോ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നാട്ടോ അറിയപ്പെടുന്നത്, BIS എന്നാണ്. The maximum load for a light and fan sub-circuit എന്ന് പറയുന്നത് 800 watt ആണ്. And the maximum load for a power sub-circuit എന്ന് പറയുന്നത് 3000 watt ആണ്. It also specified that a light and fan sub-circuit should not exceed 10 points while a power sub-circuit is restricted to the maximum of 2 power. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് maximum load that can be connected in one sub-circuit ആണ്. അത് maximum load for light and fan sub-circuit എന്ന് പറയുന്നത് 800 watt-ഉം load for power sub-circuit എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 3000 watt-ഉം ആണ് കേട്ടോ. power sub-circuit ഇത് one sub-circuit ചോദിച്ചു തരണം 800, ഇനി power sub-circuit ചോദിക്കുകയാണെങ്കിൽ 3000 watts. 17ാമത്തെ ചോദ്യം, what is the minimum required length of a pipe in a pipe electrode earthing system? Option A 5, option B 1.5, option C 2.0, option D 2.5. The right answer is option D 2.5 meter ആണ്. 2.5 meter is the right answer. The minimum required length of a pipe in a pipe electrode earthing system എന്ന് പറയുന്നത് 2.5 meters in ordinary soil, but this can be greater for dry and rocky soil to ensure sufficient contact with the moist earth. Okay, the specific length and the depth of the barrel depend on factors such as soil moisture content, soil resistivity, and the magnitude of the current to be carried. So what is the minimum required length of a pipe in a pipe electrode system? The right answer is option D is the right answer. അടുത്തൊരു question ആണ്, what is the average intensity of illumination on a surface located 8 meter from a 500 candela power lamp when the surface is inclined at an angle of 30 degrees to the rays? Option A 2.9 lakhs, option B 7.8 lakhs, option C 3.9 lakhs, option D 4.0 lakhs. So which is the right answer? Right answer is option C ആണ്. 3.91 lakhs എന്നുള്ളതാണ് ആൻസർ വരിക. എങ്ങനെയാണ് അത് കിട്ടിയെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് അത് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോർമുല അതുപോലെ തന്നെ വേരിയബിൾസ് ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നോക്കാം. അതായത് ആവറേജ് ഇന്റൻസിറ്റി ഓഫ് ഇലൂമിനേഷൻ നമുക്ക് ഇലൂമിനൻസ് എന്ന് വിളിക്കാം. അത് ഞാൻ ഇ എന്ന് കൊടുക്കും. കുഴപ്പമുണ്ടോ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇലൂമിനേഷൻ തന്നെയാണ്. സോ അപ്പം the average intensity of illumination, illuminance, can be calculated using the formula E is equal to I cos theta by D square. എന്താണ് എന്റെ ഫോർമുല? I cos theta, I cos theta, I cos theta by D square എന്നുള്ളതാണ്. I cos theta by D square. I cos theta by D square. I എന്താണ് I? Luminous intensity of the lamp ആണ്. D എന്താണ്? Distance from the lamp to the surface ആണ്. And what is theta? Angle of incidence, which is the angle between the normal to the surface and the incoming light rays ആണ് അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് ഈ പ്രോബ്ലം states that the surface is inclined at an angle of 30 degrees എന്ന് പറയുന്നുണ്ട് അല്ലെ. Inclined at the angle of 30 degrees to the rays. The angle of incidence എന്ന് പറയുന്നത് എന്താണ്? It is the angle between the normal to the surface and light rays ആണല്ലോ. Since the normal is perpendicular surface, so angle of incidence നമുക്ക് എങ്ങനെ കാണാനായിട്ട് പറ്റും? 90 degree perpendicular ആയിരിക്കുമല്ലോ. അപ്പൊ 90 degree minus 30 degree, 60 degree is the angle of incidence. 60 degree ആണ് നമുക്ക് angle of incidence എന്ന സംഭവം കിട്ടിയിരിക്കുന്നത്. Angle of incidence 60 degree ആണ്. ഇനി substitute the values and calculate. അതായത് ഈ cos theta ആണ് 60 degree തന്നിരിക്കുന്നത്. That is the angle of incidence. So I cos 60 by D എന്ന് പറയുന്നത് എത്രയാ? 8 അല്ലേ? 8. ഇതിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I cos theta by D സ്ക്വയറിൽ cos theta എന്ന് പറയുന്നത് 60 degree ആണ്. അതായത് ഇവിടെ പറയുന്നുണ്ട് സർഫസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 degrees to the rays എന്ന് പറയുന്നുണ്ട്. The angle of incidence എന്ന് പറയുന്നത് is the angle between the normal to the surface and the light rays ആണ്. ഇവിടെ normal is perpendicular to the surface ആണ്. So 90 by 30 is equal to 60 degree വരും. അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 3.91 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതാണ് കേട്ടോ. 3.91. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീൻ സ്ഫെറിക്കൽ കാൻഡിൽ പവർ ഓഫ് എ ലാമ്പ് ദാറ്റ് എമിറ്റ് 20,000 ലൂമെൻസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ 5,000,
5,000 by 5,000 by pi 10,000 by pi അതുപോലെ തന്നെ 10,000 രണ്ടും രണ്ടുമല്ല by pi ഇത് pi ഓക്കെ ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എന്താണ് MSCP MSCP എന്ന് പറയുന്നത് എന്താ mean spherical candle power അതാണ് MSCP is equal to total luminous flux by 4 pi total luminous flux എത്ര തന്നിട്ടുണ്ട് 20,000 തന്നിട്ടുണ്ട് 20,000 by 4 pi അപ്പൊ നമുക്ക് എത്ര കിട്ടും 5,000 by pi which is B is the right answer ഇത് വലിയ കുഴപ്പമില്ലല്ലോ അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം which of the following is a discharge lamp എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സോഡിയം വേപ്പർ ലാമ്പ് ഓപ്ഷൻ ബി ഇൻകാൻഡസെന്റ് ലാമ്പ് ഓപ്ഷൻ സി LED ലാമ്പ് ഓപ്ഷൻ ഡി ഹാലോജൻ ലാംപ്സ് ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സോഡിയം വേപ്പർ ലാമ്പ് സോഡിയം വേപ്പർ ലാമ്പ് എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ് ആണ് that uses excited sodium vapors to produce light അവിടെ ലൈറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോഡിയം വേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് The lamp operates by passing an electric arc through the sodium vapor. lamp എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് ആർക്ക് സോഡിയം വേപ്പറിലൂടെ പാസ് ചെയ്യുന്നു which excites the sodium atoms and causes them to emit light producing a characteristic yellow color for low pressure lamps ന് എന്ത് കളർ ആയിരിക്കും യെല്ലോ കളർ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് so which of the following is a discharge lamp the right answer is sodium vapor lamps അപ്പോൾ നമ്മൾ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസ് അഥവാ 20 ക്വസ്റ്റ്യൻസ് ടോട്ടൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്ക്സ് ഫോർ യുവർ ടൈം ബൈ